നമസ്കാരം. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയാണ് എങ്കിൽ ആ വ്യക്തിക്ക് നേടാൻ സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല. സമ്പത്ത്, ഐശ്വര്യം ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ചില ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും സംയോജനവും എല്ലാം തന്നെ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ കൃപ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് സഹായകരമായി തീരും. വേദ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ കർക്കിടകം രാശിയിൽ ചൊവ്വയും ചന്ദ്രനും സംയോജിക്കുകയാണ്. ഇരു ഗ്രഹങ്ങളും ഒരേ രാശിയിൽ ഒന്നിക്കുന്നതിനാൽ മഹാലക്ഷ്മി യോഗം തന്നെയാണ് രൂപം കൊള്ളുക. 3 രാശികളിലായാണ് പ്രധാനമായും മഹാലക്ഷ്മി യോഗം രൂപം കൊള്ളുന്നത്. അതിനാൽ ഈ രാശിക്കാർക്ക് പല വിധത്തിലും നേട്ടങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇവരുടെ ജീവിതത്തിൽ ഇവർ പോലും പ്രതീക്ഷിക്കാതെ ചില സൗഭാഗ്യകരമായ കാര്യങ്ങൾ കടന്ന് വരാവുന്നതുമാണ്. 3 രാശിക്കാർക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മഹാലക്ഷ്മി യോഗത്താൽ ചില അനുകൂലമായ കാര്യങ്ങൾ കടന്ന് വരാനായി പോവുകയാണ്. ഈ യോഗത്താൽ നല്ലൊരു ജോലി ലഭിക്കുവാനുള്ള സാധ്യത നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ജോലിയാകാം, അല്ലെങ്കിൽ പുതിയ ജോലി ലഭിക്കുന്നതാകാം. വളരെ കാലമായി മാറാൻ ആഗ്രഹിക്കുന്നതായ ജോലി നിങ്ങളെ തേടിയെത്താം. അത്തരം കാര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരുവാൻ സാധിക്കും. പുതിയ ജോലികളുമായി ബന്ധപ്പെട്ട് ബാധ്യതകളുണ്ട് എങ്കിൽ അത്തരം ബാധ്യതകൾ തീർക്കുവാനുള്ള അവസരങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. അത്രയും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. വരുമാനം അല്പം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലുള്ള ദിവസങ്ങളാകുന്നു. അത് ബിസിനസ് പരമാകാം, തൊഴിലുമായി ബന്ധപ്പെട്ടാകാം. ധനം കൈകളിലേക്ക് കൂടുതലായും വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. കഷ്ടപ്പാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കുറയുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. വീടില്ലാത്ത വ്യക്തികളാണ് എങ്കിൽ വീട് വയ്ക്കുവാനുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ നടക്കുന്നതിനുള്ള അവസരങ്ങൾ കടന്നു വരാം. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കി മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിന് സന്തോഷം നൽകുന്നതായ അനവധിയാർന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കും. പുതിയ സംരംഭങ്ങൾ, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചേരുവാൻ, അത്തരം ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുക, അത് ലാഭത്തിൽ കലാശിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ഐക്യം നിലനിർത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. വിദേശത്ത് ബിസിനസ് ആരംഭിക്കുവാനുള്ള സാധ്യതകൾ, ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ, തർക്കങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഈ സമയം വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നതായ പല പ്രശ്നങ്ങളും ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. പോസിറ്റീവായ രീതിയിലുള്ള സമീപനങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയം കൂടിയാണ് ഇത്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ഭാഗ്യം തുണയ്ക്കുന്ന സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. ജീവിത നിലവാരം ഉയർത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കടന്ന് വരാവുന്നതാണ്. നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും.
ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നടപ്പിലാക്കുവാനുള്ള അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പോലും അത്തരം പ്രതിസന്ധികൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സാമ്പത്തിക ഉന്നമനം നിങ്ങൾക്ക് വന്നു ചേരും. സാമ്പത്തിക പരാധീനതകൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും സമ്പത്ത് നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കടബാധ്യതകൾ ഇവരിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഇവർക്ക് യോഗം ലഭിക്കുന്നതാണ്. പുതിയ കാര്യങ്ങൾ, പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. മാനസിക ഉല്ലാസം നൽകുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. യാത്രകൾ പോകുവാനുള്ള അവസരങ്ങൾ കടന്നു വരും. വിദേശത്തേക്ക് പോകുവാനുള്ള യോഗം, അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. സ്വന്തം ആരോഗ്യത്തിനും സൗഖ്യത്തിനുമായി അനവധി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം, സമാധാനം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും. നേട്ടങ്ങൾ അനവധി സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യമുണ്ട്. സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അത്തരത്തിലുള്ള യോഗം ഇവർക്ക് വന്ന് ചേരുന്നതായ സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളും അനുകൂലമായി തീരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. പ്രധാനമായും ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മഹാലക്ഷ്മി യോഗം ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായി ഭവിക്കാൻ പോകുന്ന സമയമാക്കുന്നു. കാരണം സമ്പാദിക്കാനുള്ള, പ്രത്യേകിച്ചും പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ, പുതിയ മാർഗങ്ങൾ ഇവർക്ക് മുൻപിൽ തെളിയും. ബിസിനസ് പരമാകാം, തൊഴിൽപരമായി നിങ്ങൾക്ക് ലഭിക്കേണ്ട ധനമാകാം, പ്രതീക്ഷിക്കുന്ന ധനമാകാം. ഇത്തരത്തിൽ പല കാര്യങ്ങളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായ ബാധ്യതകൾ ഇവർക്കുണ്ട്. സാമ്പത്തികപരമായ പരാധീനതകൾ ഉള്ളതിനാൽ തന്നെ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് ഇവർ. എന്നാൽ സാമ്പത്തിക ബാധ്യതകൾ ഇവരിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. ജീവിതത്തിൽ പല വിധത്തിലും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ, അനവധിയാർന്ന നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കും. മാനസികപരമായ പല പിരിമുറുക്കങ്ങളും ഇവരുടെ ജീവിതത്തിലുണ്ട്. അത്തരത്തിലുള്ള പിരിമുറുക്കങ്ങൾ അകലുന്നതായ സാഹചര്യങ്ങൾ, വിഷമങ്ങൾ അകലുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. സന്തോഷകരമായി തന്നെ കുടുംബജീവിതവുമായി മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ ഇവർക്ക് സാധിക്കും. സാമ്പത്തിക ഉന്നമനം നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ, പ്രധാനമായും ധനപരമായ പ്രയാസങ്ങൾ ചെറുക്കുകയും ധനപരമായ ഉയർച്ചയ്ക്ക് സഹായകരമായ പ്രവൃത്തികൾ ചെയ്യുകയും അത്തരം കാര്യങ്ങളിലൂടെ ധനം കൈകളിലേക്ക് വന്ന് ചേരുകയും ചെയ്യാം. ബിസിനസ് ചെയ്യുന്നവർക്ക് ധനപരമായ നേട്ടങ്ങൾ, കടബാധ്യതകൾ പോലും കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നതായ ആദായം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഐശ്വര്യം വർദ്ധിക്കുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലൂടെയും ധനം നിങ്ങളുടെ കൈവശം വന്നു ചേരാം. പറമ്പുമായി ബന്ധപ്പെട്ട് അഥവാ ഭൂമിയുമായി ബന്ധപ്പെട്ടും ആദായം വർദ്ധിക്കാം. വരുമാനം വളരെയധികം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, ചെയ്യുന്നതായ പ്രവൃത്തികൾ മൂലം ധനപരമായ ഉയർച്ച വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്.